വൈകാതെ തന്നെ കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയരുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കിളിയളം, വരഞ്ഞൂർ, ബാനം, കമ്മാടം റോഡിന്റെയും കിളിയളം ചാലിന് കുറുകെയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ത്തിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത്, കോടോമ്പള്ളൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കിളിയളം, വരഞ്ഞൂർ, ബാനം, കമ്മാടം റോഡിന്റെയും കിളിയളം ചാലിന് കുറുകെയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പുതിയ സംവിധാനം വന്നു. അത് കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം ആണ്, CMT. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിന്റെ വ്യക്തിപരമായ ചുമതല നൽകി. ആ വ്യക്തിപരമായ ചുമതല നൽകിയപ്പോൾ ആ ഉദ്യോഗസ്ഥർ എല്ലാ മാസവും ആ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികൾ പരിശോധിച്ചു. അതിൽ പ്രത്യേകം പരിശോധിച്ചത് BMNBC റോഡുകൾ നിശ്ചയിച്ചതുപോലെ അതിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടോ, ഇനി ഏതൊക്കെ റോഡാണ് BMNBC റോഡുകളാക്കി മാറ്റേണ്ടത്, BMNBC റോഡുകളായി പ്രവൃത്തി ആരംഭിച്ച പ്രവൃത്തിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ. ഇതായിരുന്നു എല്ലാ മാസവും ഓരോ ഉദ്യോഗസ്ഥൻ ചുമതല ഏറ്റെടുത്ത് ആ നിയോജക മണ്ഡലത്തിന്റെ BMNBC റോഡുകളെ കുറിച്ച് പരിശോധന നടത്തി. ഈ സംവിധാനം വലിയ നിലയിൽ വിജയിച്ചു. കേരളത്തിന്റെ നിയമസഭയിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ CMT അംഗീകരിച്ചു. MLA-മാർ മാസത്തിൽ ചേരുന്ന യോഗത്തിൽ പരമാവധി പങ്കെടുക്കാൻ ശ്രമിച്ചു. പലരും ഇതിനകത്ത് നല്ല പോസിറ്റീവായ സമീപനം സ്വീകരിച്ചു. BMNBC റോഡുകളുടെ എണ്ണം മെല്ലെ കേരളത്തിൽ വർദ്ധിപ്പിക്കാനിടയിൽ 30,000 കിലോമീറ്റർ നീളുന്ന കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളിൽ 60% ഇതിനോടകം BMBC നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഉടനെ തന്നെ കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീമിന്റെ കൃത്യമായ ഇടപെടലുകളാണ് പദ്ധതി വേഗത്തിലാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിനും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കുമുള്ള സമ്മാനമാണ് ഈ പദ്ധതിയെന്ന് നവീകരിച്ച റോഡും പാലവും ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. E. ചന്ദ്രശേഖരൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. M. രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, മുൻ MP P. കരുണാകരൻ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. KRFB കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KAJR റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ലക്ഷ്മി, കോടോമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീജ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശകുന്തള, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഭൂപേഷ്, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ശാന്ത, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ചന്ദ്രൻ, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CH അബ്ദുൽ നാസർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജമ്മ ബെന്നി, കോടോമ്പള്ളൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. യശോദ, ഉമേശൻ ബേളൂർ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ് കുമാർ, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷൈജി തോമസ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ M. രാജൻ, മനോജ് തോമസ്, N. പുഷ്പരാജ്, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് K. രാജഗോപാൽ, CM ഇബ്രാഹിം, PT നന്ദകുമാർ, രാഘവൻ കൂലേരി തുടങ്ങിയവർ പങ്കെടുത്തു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അജിത് കുമാർ നന്ദിയും പറഞ്ഞു. വരഞ്ഞൂർ കിളിയളം റോഡിന്റെ നവീകരണവും കിളിയളം പാലത്തിന്റെ പുനർനിർമ്മാണവും പൂർത്തിയായതോടെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 10 മീറ്റർ വീതിയിലാക്കി നവീകരിച്ചു. ആവശ്യമായ ഓവുചാലുകൾ, കൾവേർട്ടുകൾ ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലുള്ള സബ് ബേസ്, ടാറിംഗ് ലെയറുകൾ എന്നിവയോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.